എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 7 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഫെബ്രുവരി മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി മികച്ച കളക്ഷനായി മുന്നേറുന്ന ആദ്യത്തെ സിനിമയാണല്ലോ ബ്രോമാൻസ്. അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാമോഹൻ തുടങ്ങിയവർ അഭിനയിച്ച് ഫെബ്രുവരി മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ബ്രോമാൻസ്. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 11,78,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ഇനി 5 ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 5,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ 5 ദിവസം കൊണ്ട് 13 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമയും നിലവിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമയും ഇതിനോടകം തന്നെ ബ്രോമാൻസായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ ആന്റണി വർഗീസ് പെപ്പൻ നായകനെ എത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് ദാവീദ്. ഈ സിനിമയും നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 4 കോടിയും കടന്നിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8,30,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മൂന്നാമത്തെ സിനിമയാണല്ലോ പൈങ്കിളി. സജിൻ ഗോപു, അനശ്വര രാജൻ കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി റിലീസിന് മുൻപ് തന്നെ മികച്ച ഹൈപ്പെല്ലാം തന്നെ എടുത്ത സിനിമ കൂടിയാണ് പൈങ്കിളി. എന്നാൽ റിലീസിന് ശേഷം ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളല്ല ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ചിത്രവും 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2,65,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 5 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഫെബ്രുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണല്ലോ തലജിത്ത് നായകനായി മകി തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11 ദിവസങ്ങൾ കൊണ്ട് 3,30,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 79 കോടി രൂപയും കർണാടകം ബോക്സ് ഓഫീസിൽ 9,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 2,50,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 1,10,00,000 ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 95,10,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ഓവർസീസിൽ നിന്നും 40 കോടി രൂപയും. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 135,10,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് ബോളിവുഡിൽ നിന്നും റിലീസിനെത്തിയ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ചാവ. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം ഇന്ത്യൻ നെറ്റ് കളക്ഷനായിട്ട് മാത്രം 145,53,00,000 രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 194 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ പുഷ്പ 2 ദി റൂൾ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യലായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 1,871 കോടി എന്ന ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന പോസ്റ്റർ. നിലവിൽ ഇതിനോടകം തന്നെ OTT റിലീസ് ചെയ്ത പുഷ്പ 2 ദി റൂൾ എന്ന സിനിമ വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ, വരാൻ പോകുന്ന അപ്ഡേറ്റുകളും അറിയാനായി. അടുത്ത സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ പാൻ സിനിമകളിൽ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനായി എത്തിയ ഗെയിം ചേഞ്ചർ. ഇതിനോടകം തന്നെ OTT റിലീസ് ചെയ്ത ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ദിനം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട 156 കോടി എന്ന ഈ കാണുന്ന പോസ്റ്ററിലെ കണക്ക് തന്നെയാണ് ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. രാംചരന്റെയും ശങ്കറിന്റെയും കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി ഇതിനോടകം തന്നെ ഗെയിം ചേഞ്ചർ മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.